നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരത്തിലെ അടിസ്ഥാന വസ്തുതകൾ എന്ന ഭാഗത്തിലെ അവസാന ടോപ്പിക്കായ ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ സെൻസ് ഓർഗൻസ് എന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലെ കണ്ണ് എന്ന നമ്മുടെ അവയവത്തെക്കുറിച്ചാണ്. അപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഒഫ്താൽമോളജി എന്നാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കണ്ണ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലയോട്ടിയിൽ, അതായത് സ്കള്ളിൽ ഐ ഓർബിറ്റ്, അതായത് നേത്രകോടരം എന്ന ഭാഗത്തിലാണ്, ആ ഒരു കുഴുവിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഐ സോക്കറ്റ് അഥവാ നേത്രകോടരത്തിലാണ് നമ്മുടെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ണുകളുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് സ്ക്ലിറ എന്ന ഭാഗമാണ് ഉള്ളത്. സ്ക്ലിറ അതായത് ദൃഢപടലം എന്ന് പറയും. അടുത്ത ലെയർ ഏതാണ്? അടുത്ത ഭാഗം രക്തപടലമാണ് കേട്ടോ. രക്തപടലം അഥവാ കൊറോയിഡ്. അപ്പോൾ അവിടാണ് നമ്മുടെ കണ്ണിന് ഊർജം പ്രദാനം ചെയ്യാൻ, രക്തം എത്തിക്കാനും ഒക്കെ കൂടുതലായിട്ടുള്ള ഈ രക്തലോമികൾ അവിടെയാണ്, ഈ രക്തപടലത്തിലാണ് ഉള്ളത്. അടുത്ത ഏത് ഭാഗമാണ്, ഏത് ലെയറാണ്? ദൃഷ്ടിപടലം എന്നറിയപ്പെടുന്ന ഭാഗമാണ്, അതായത് റെറ്റിനയാണ് കേട്ടോ. നമ്മുടെ ദൃശ്യം എവിടെയാണ് ചെന്ന് പതിക്കുന്നത് എന്നുള്ളതാണ് റെറ്റിനയാണ് കേട്ടോ. റെറ്റിന അഥവാ ദൃഷ്ടിപടലം. അപ്പോൾ കണ്ണിൻ്റെ ദൃഢത, അതായത് സ്ട്രക്ചർ നിലനിർത്താൻ സഹായിക്കുന്ന ആ ഔട്ടർമോസ്റ്റ് ഭാഗമാണ് ദൃഢപടലം എന്നറിയപ്പെടുന്നത്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൃഢത നൽകുന്ന ആ ഒരു ഭാഗമാണ് ദൃഢപടലം എന്നറിയപ്പെടുന്നത്, അതായത് സ്ക്ലെറ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ എന്നറിയപ്പെടുന്നത് കേട്ടോ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദൃഢപടലത്തിൻ്റെ, അതായത് സ്ക്ലെറയുടെ ഒരു ഭാഗമാണ് കോർണിയ എന്നറിയപ്പെടുന്നത്. അടുത്ത ലെയർ എന്താണ്? രക്തപടലം അഥവാ കൊറോയിഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കണ്ണിന് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ഒക്കെ എത്തിക്കാൻ വേണ്ടി ധാരാളം രക്തക്കുഴലുകൾ ഉള്ള ഒരു പ്രദേശമാണ് ഈ രക്തപടലം എന്നറിയപ്പെടുന്നത്, അതായത് കൊറോയിഡ്. അപ്പോൾ ഈ രക്തപടലത്തിൻ്റെ മുന്നിലുള്ള ഭാഗത്താണ് നമ്മുടെ പ്യൂപ്പിള് കാണപ്പെടുന്നത് കേട്ടോ. പ്യൂപ്പിൾ അതായത് ആ പ്രകാശം കയറാനുള്ള ഒരു ചെറിയ ദ്വാരം പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഐറിസ് എന്ന് പറയുന്ന ഭാഗവും അവിടെ തന്നെയാണുള്ളത്. അപ്പം ഐറിസിൻ്റെ നടുക്കാണ് നമ്മുടെ കൃഷ്ണമണി. ഐറിസ് നമ്മുടെ കൃഷ്ണമണിയാണ് കേട്ടോ. അതിൻ്റെ നടുക്കാണ് ഈ പ്യൂപ്പിൾ എന്ന് പറയുന്ന ദ്വാരം. അപ്പോൾ ഈ ഐറിസ് വലിയുകയും ചുരുങ്ങുകയും ചെയ്യുന്നതനുസരിച്ച് ഈ പ്രകാശം എത്ര കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, ഈ പ്യൂപ്പിളിൻ്റെ ആ ദ്വാരത്തിൻ്റെ സൈസ് വികസിപ്പിക്കുകയും ചുരുക്കുകയും അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്യൂപ്പിളും ഐറിസും ഇത് രണ്ടും ഏതിൻ്റെ ഭാഗം തന്നെയാണ്? ഈ രക്തപടലത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ലെയർ ഏതാണ്? ദൃഷ്ടിപടലമാണ്, അതായത് റെറ്റിന. കാഴ്ചയെ സാധ്യമാക്കുന്ന ലെയറാണ് റെറ്റിന. അപ്പോൾ അവിടെ എന്തൊക്കെ തരത്തിലുള്ള കോശങ്ങളുണ്ട്? റോഡ് കോശങ്ങളുമുണ്ട്, കോൺ കോശങ്ങളുമുണ്ട്. അപ്പോൾ ഈ കോൺ കോശങ്ങളുടെ പ്രത്യേകത എന്താ? പേര് പോലെ തന്നെ ഒരു കോൺ ആകൃതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. റോഡ് കോശങ്ങളാകട്ടെ ഒരു ദണ്ഡ് ആകൃതിയിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കോൺ കോശങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത്? നമ്മളെ കളറ്, അതായത് നിറങ്ങൾ കാണാനാണ് നമ്മളെ സഹായിക്കുന്നത് കോൺ കോശങ്ങൾ. എന്നാൽ റോഡ് കോശങ്ങളോ അതെന്താണ് ചെയ്യുന്നത്? റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ, അതായത് അരണ്ട വെളിച്ചത്തിൽ കാഴ്ചയെ സാധ്യമാക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ 3 ലെയറുകളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? ദൃഢപടലം, അതായത് സ്ക്ലെറ, പിന്നെ രക്തപടലം, അതായത് കൊറോയിഡ്, പിന്നെ ഏതാണ്? ദൃഷ്ടിപടലം, അതായത് റെറ്റിന. പിന്നെ രക്തപടലത്തിൻ്റെ 2 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, പ്യൂപ്പിളും ഐറിസും. പിന്നെ ദൃഷ്ടിപടലം, അതിൽ റെറ്റിന. അപ്പം റെറ്റിനയുടെ 2 തരത്തിലുള്ള കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അതിൽ കോൺ കോശങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത്? നിറങ്ങൾ വരുന്ന ഒരു ദൃഷ്ടി സാധ്യമാക്കുന്നതാണ് കോൺ കോശങ്ങൾ. റോഡ് കോശങ്ങൾ എന്താണ് ചെയ്യുന്നത്? മങ്ങിയ വെട്ടത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതാണ് റോഡ് കോശങ്ങൾ. അപ്പോൾ രാത്രി കാഴ്ചയെ സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? അത് റോഡ് കോശങ്ങളാണ് കേട്ടോ. അരണ്ട വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ. അപ്പോൾ ഈ കോൺ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം വർണ്ണകമാണ് അയോഡോപ്സിൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്നറിയപ്പെടുന്നത്.
അപ്പോൾ കോൺ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണകമാണ് എന്ത്? അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. അപ്പോൾ ഈ റോഡ് കോശങ്ങളും ഒരു വർണ്ണകം ഉൽപ്പാദിപ്പിക്കുമായിരിക്കുമല്ലോ. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ റോഡോപ്സിൻ ആണ് കേട്ടോ. റോഡ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണകമാണ് റോഡോപ്സിൻ. അപ്പോൾ നമ്മൾ വർണ്ണകങ്ങൾ നമ്മുടെ കോൺ കോശങ്ങളിലെയും റോഡ് കോശങ്ങളിലെയും വർണ്ണകങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ണിനുള്ളിൽ നമുക്കൊരു ലെൻസ് ഉണ്ട്. അപ്പോൾ എന്ത് തരം ലെൻസാണ് നമ്മുടെ കണ്ണിനുള്ളിൽ ഇരിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം എന്ത് തരം കോൺവെക്സ് ലെൻസ് ആണ്? ബൈ കോൺവെക്സ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് സൈഡിലേക്ക് വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ലെൻസാണ് ബൈ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഈ ബൈ കോൺവെക്സ് ലെൻസിനെ നമ്മുടെ കണ്ണിൽ പിടിച്ചു നിർത്തുന്ന പേശികളുടെ എന്താണ് പറയുന്നത്? സീലിയറി പേശികൾ, അതായത് സീലിയറി മസിൽസ് എന്നാണ് ഈ കോൺവെക്സ് ലെൻസിനെ നമ്മുടെ കണ്ണിൽ പിടിച്ചു നിർത്തുന്ന പേശികളെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണുകളുടെ ഫോക്കസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഈ സീലിയറി പേശികൾ ഇങ്ങനെ വലിയുകയും ചുരുങ്ങുകയും ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ലെൻസിൻ്റെ സൈസും എന്താണ് ഇങ്ങനെ മാറ്റം വരും, നീളം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസ്, അതായത് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലെൻസ് നമ്മുടെ കണ്ണിനെ രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റും. ലെൻസിൻ്റെ പുറകിലും ലെൻസിൻ്റെ മുന്നിലെയും ഭാഗം. അപ്പോൾ ലെൻസിൻ്റെ മുന്നിലെ ഭാഗം, അതായത് നമ്മുടെ കോർണിയയ്ക്കും വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞില്ലേ, ആ കോർണിയയ്ക്കും ഈ ലെൻസിനും ഇടയിലുള്ള ഭാഗമാണ് അറിയപ്പെടുന്നത് എന്താണ്? അക്വസ് ഹ്യൂമർ, അതായത് അക്വസ് അറ എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. അപ്പോൾ ലെൻസിൻ്റെയും നമ്മുടെ റെറ്റിനയുടെയും ഇടയിലുള്ള അറ ഏതാണ്? വിട്രിയസ് അറയാണ് കേട്ടോ. വിട്രിയസ് അറ, വിട്രിയസ് ഹ്യൂമർ കേട്ടോ. ഈ അക്വസ് ഹ്യൂമർ, അതായത് അക്വസ് അറയിൽ എന്ത് ദ്രവമാണ്? അക്വസ് ദ്രവമാണ് നിറയുന്നത്. വിട്രിയസ് അറയിലോ? വിട്രിയസ് ദ്രവമാണ് നിറയുന്നത്. അപ്പോൾ അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ കണ്ണിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം. അതേസമയം വിട്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്താണ്? ആ കണ്ണിന് ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക എന്നാണ് ആ ദ്രവത്തിൻ്റെ ധർമ്മം. അപ്പോൾ ഇനി നമുക്ക് വീക്ഷണ സ്ഥിരത എന്താണെന്ന് നോക്കാം. വീക്ഷണ സ്ഥിരത. അപ്പോൾ എന്താണ് വീക്ഷണ സ്ഥിരത? നമ്മുടെ കണ്ണിൽ, നമ്മുടെ റെറ്റിനയിൽ ഒരു ഇമേജ് പതിയുമ്പോൾ, ഒരു ദൃശ്യം പതിയുമ്പോൾ അത് 1/16 സെക്കൻഡ് നേരത്തേക്ക് അവിടെ തങ്ങി നിൽക്കും. അപ്പം ആ ഒരു പ്രതിഭാസമാണ് എന്ത്? വീക്ഷണ സ്ഥിരത എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് വീക്ഷണ സ്ഥിരത? നമ്മുടെ കണ്ണിൽ ഒരു ദൃശ്യം, അതായത് പ്രതിബിംബം രൂപപ്പെട്ട്, അതായത് റെറ്റിനയിൽ രൂപപ്പെട്ട് 1/16 സെക്കൻഡ് നേരത്തേക്ക് അവിടെ തന്നെ തങ്ങി നിൽക്കും. ആ ഒരു പ്രതിഭാസമാണ് എന്ത്? വീക്ഷണ സ്ഥിരത, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പോൾ ഇനി നമുക്ക് സമഞ്ജനക്ഷമത എന്താണെന്ന് നോക്കാം. സമഞ്ജനക്ഷമത, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ എന്താണ് അവിടെ വരുന്നത്? ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ തന്നെ, നമ്മുടെ റെറ്റിനയിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന ആ ഒരു കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ വസ്തുവിൻ്റെ സ്ഥാനം അനുസരിച്ച് റെറ്റിനയിൽ തന്നെ അതിൻ്റെ പ്രതിബിംബം പ്രതിഫലിപ്പിക്കാൻ ഉള്ള ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അസുഖങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാനുള്ളത് ഹ്രസ്വദൃഷ്ടിയാണ്. ഹ്രസ്വദൃഷ്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? നമ്മുടെ കണ്ണിൻ്റെ നമ്മുടെ ഐബോൾ, അതായത് നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റെറ്റിനയിൽ രൂപീകരിക്കേണ്ട പ്രതിബിംബം ഈ റെറ്റിനയ്ക്ക് തൊട്ട് മുന്നിലായിട്ടാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആണ് എന്ത്? ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മയോപ്യ പരിഹരിക്കാൻ എന്ത് തരം ലെൻസാണ് നിർദ്ദേശിക്കുന്നത്? കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസ് ആണ് മയോപ്യ അഥവാ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ നിർദ്ദേശിക്കുന്ന ലെൻസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത അസുഖം എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടിയാണ് കേട്ടോ. ദീർഘദൃഷ്ടി അഥവാ ഫാർ സൈറ്റഡ്നെസ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? നമ്മുടെ നേത്രഗോളത്തിൻ്റെ സൈസ് കുറയും. അപ്പോൾ ഈ റെറ്റിനയിൽ രൂപീകരിക്കേണ്ട ഇമേജ് എവിടെ ഫോം ചെയ്യും? റെറ്റിനയുടെ പുറകിലായിട്ടാണ് ഫോം ചെയ്യുന്നത് കേട്ടോ. ദീർഘദൃഷ്ടിയിൽ റെറ്റിനയുടെ പുറകിലായിട്ടാണ് ആ ഒരു ഇമേജ്, അതായത് പ്രതിബിംബം, ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഫാർ സൈറ്റഡ്നെസ് അതായത് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ എന്ത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ള അസുഖം എന്ന് പറഞ്ഞാൽ വിഷമദൃഷ്ടിയാണ്. വിഷമദൃഷ്ടി അതായത് അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ ഇത് എന്താണ്? നമ്മുടെ കണ്ണിൻ്റെ, അതായത് കോർണിയയിലെ
സ്വാഭാവികമായ ഒരു വക്രതയുണ്ട്, ഒരു വളവുണ്ട്. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് വിഷമദൃഷ്ടി എന്ന് പറയുന്നത്, അതായത് അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ എന്താണ് ഈ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് കേട്ടോ. സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ലെൻസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ എന്താണ്? ഗ്ലോക്കോമ നമ്മുടെ കണ്ണിലെ പ്രഷർ. അപ്പോൾ പ്രഷർ അൺകൺട്രോളബിൾ ആയിട്ട്, അതായത് നിയന്ത്രിക്കാനാവാത്ത വിധം ഉയരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം കണ്ണിന് വരികയും കാഴ്ചശക്തിയെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്ലോക്കോമ വരുമ്പോൾ സംഭവിക്കുന്നത്? ഈ മർദ്ദം കൂടിയിട്ട് നമ്മുടെ തലച്ചോറിലോട്ട് കണ്ണിൽ നിന്നുള്ള സംവേദനങ്ങൾ കൊണ്ടുപോകുന്ന നാഡിയുണ്ട്. എന്താണ്? ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് നാഡികൾ, നേത്രനാഡികൾ. അപ്പോൾ ഈ നേത്രനാഡികൾക്ക് ഡാമേജ് വരും. ആ നേത്രനാഡികൾക്ക് നാശം സംഭവിക്കുന്നതുകൊണ്ട് കാഴ്ചശക്തി വീണ്ടെടുക്കാനാവാത്ത വിധം പൂർണ്ണമായിട്ട് തന്നെ നശിച്ചു പോകും ഗ്ലോക്കോമ എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം തിമിരമാണ്. തിമിരം. അപ്പോൾ എന്താണ് തിമിരം? നമ്മുടെ കണ്ണിലെ ലെൻസിന് പ്രകാശത്തിനെ, വേണ്ടത്ര പ്രകാശത്തിനെ കടത്തിവിടാനുള്ള കഴിവ്, ആ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എന്ത്? തിമിരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തിമിര ശസ്ത്രക്രിയ എന്ന് പറയുന്നത്? തിമിരത്തിൻ്റെ സർജറി, അതായത് കാറ്ററാക്റ്റിൻ്റെ സർജറി. നമ്മുടെ സുതാര്യത നഷ്ടപ്പെട്ട ലെൻസിനെ എടുത്ത് മാറ്റി പുതിയൊരു ലെൻസ് ഫിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് കാറ്ററാക്റ്റ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത രോഗത്തിനെ കുറിച്ച് നോക്കാം. അടുത്ത രോഗം എന്താണ്? വെള്ളെഴുത്താണ്. വെള്ളെഴുത്ത്, അതായത് നമ്മുടെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാനുള്ള അസുഖം ചെങ്കണ്ണാണ്. ചെങ്കണ്ണ് എന്താണ്? ചെങ്കണ്ണ് നമ്മുടെ കൺജക്റ്റീവ എന്ന ഭാഗത്ത് വരുന്ന, കണ്ണിൻ്റെ കൺജക്റ്റീവയിൽ വരുന്ന എന്താണ്? ഇൻഫെക്ഷനാണ് കേട്ടോ. ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്, അതായത് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് ഈ കൺജക്റ്റീവ എന്ന് പറഞ്ഞാൽ? നമ്മുടെ നേത്രഗോളത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കൺജക്റ്റീവ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി അടുത്ത അസുഖം എന്താണെന്ന് അറിയാമോ? ഡാൾട്ടണിസം ആണ് കേട്ടോ. ഡാൾട്ടണിസം. അപ്പോൾ എന്താണ് ഡാൾട്ടണിസം? നമ്മുടെ പ്രൈമറി കളേഴ്സ്, അതായത് RGB, പച്ച, ചുവപ്പ്, പിന്നെന്താണ്, നീല എന്ന നിറങ്ങളെ ശരിക്കും കാണാൻ കഴിയില്ല ഈ അസുഖം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ അസുഖം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയുടെ പേരിൽ ഈ അസുഖം അറിയപ്പെടുന്നത്, ഡാൾട്ടണിസം എന്ന്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണ്, ശരിക്കും കളറൊന്നും കറക്റ്റ് കാണാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെയൊന്നും ഈ യൂണിഫോം പോസ്റ്റിലൊന്നും എടുക്കാറില്ല. നമുക്ക് നോക്കാനുള്ള അടുത്ത അസുഖം എന്ന് പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, അതായത് നിശാന്തത എന്ന് പറയും. അപ്പോൾ എന്താണ്? അരണ്ട വെളിച്ചത്തിൽ നല്ലപോലെ കാഴ്ച പോസിബിൾ ആവാത്ത ഒരു അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് നിശാന്തത. നിശാന്തത വരാൻ കാരണം എന്താണ്? നമ്മൾ അപര്യാപ്തത രോഗത്തിൽ പഠിച്ചായിരുന്നു. എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് കാരണമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത്, അഥവാ നിശാന്തത വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കണ്ണിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. ഇത്രയൊക്കെ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലെ കണ്ണ് എന്ന ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചെവിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.